അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പമ്പൈസിനെ കുറേ ദിവസമായും കിട്ടിയിട്ട് ഇപ്പം ഇന്ന് പമ്പൈസിനൊന്ന് കിട്ടിയിട്ടുണ്ട്. കിട്ടിമ്പാടന്നെ കുഫിരിയത്തിൻ്റെ സംസാരവുമായി കൊണ്ടാണ് പമ്പൈസ് വന്നിട്ടുള്ളത്. പമ്പൈസ് പറയുന്നത് റസൂലുള്ള കളിക്കുവോ കളിക്കും, റസൂലുള്ള ചിരിക്കുവോ ചിരിക്കും. റസൂലുള്ള ചിരിക്കുമല്ലോ, റസൂലുള്ള ചിരിക്കും ചെയ്യും കളിക്കും ചെയ്യും. അത് റസൂലുള്ള ആരാണ്? മഖ്ലൂക്കാണ്. മഖ്ലൂക്ക് സൃഷ്ടികളിൽപ്പെട്ടവരാണ്. സൃഷ്ടികളിൽപ്പെട്ടവരായ റസൂലുള്ള ചിരിക്കും ചെയ്യും കളിക്കും ചെയ്യും എല്ലാം ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നാൽ അതിലേക്ക് തന്നെ, അതേ ചിരിയിലേക്കും അതേ കളിയിലേക്കും തന്നെ അള്ളാഹുവിനെയും താരതമ്യപ്പെടുത്തി. ആരെയും? നമ്മളെ പമ്പൈസ് അള്ളാഹുവിനെയും ആ ചിരിയിലേക്കും കളിയിലേക്കും സൃഷ്ടികളുടെ ചിരിയിലേക്കും കളിയിലേക്കും അള്ളാഹുവിനെ ഖാലിഖായ റബ്ബിൻ്റെ ചിരിയും അതുപോലെ തന്നെ സംസാരവുമൊക്കെ അതിലേക്ക് സാദൃശ്യപ്പെടുത്തി. പമ്പൈസ് പറയുന്നത് കേട്ടു. റസൂലിനെ വിശ്വസിച്ചവരായ നമ്മൾ ചില ആളുകളും റസൂൽ അങ്ങനെ കളിക്കോ എന്നൊക്കെ ചോദിക്കും. റസൂൽ അങ്ങനെയൊക്കെ കളിക്കും, റസൂൽ ചിരിക്കും. ചിരിച്ച സംഭവങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അള്ള വരെ വല്ലാതെ ചിരിക്കുമല്ലോ. അള്ളാന്റെ ചിരിനെ പറ്റി പറഞ്ഞ സമയത്ത് ഒരിക്കൽ ഒരു സഹാബി ചോദിച്ചു, നബിയെ അള്ള ചിരിക്കുവോ? അപ്പൊ റസൂൽ പറഞ്ഞ, എന്താ ചിരിക്കാതെ? ലൻ ആദമ റബ്ബൻ യദ്ഹഖു ഖൈറ. ഒരു സന്തോഷിക്കേണ്ട കാര്യം കണ്ടിട്ട് ചിരിക്കാത്ത ഒരു റബ്ബൊന്നും ഞമ്മക്കില്ല. അങ്ങനത്തെ റബ്ബിന്റെ ആവശ്യമില്ല. നമ്മളെ റബ്ബ് ഇതിനൊക്കെ ചിരിക്കണ റബ്ബാണ്. ഈ പമ്പൈസിന്റെ ഈ സംസാരം കേട്ടാൽ നമുക്ക് എന്താ തോന്നുക? ഈ സംസാരം കേട്ടവർക്ക് എന്തേ തോന്നിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടിയാണ്, അള്ളാഹു ഖാലിഖാണ്. ആ ഖാലിഖായ റബ്ബിൻ്റെ ചിരിയും മഖ്ലൂക്കായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിരിയും ഒരുപോലെയാക്കിയിട്ടല്ലേ ഇവൻ സംസാരിച്ചത്? ഒരുപോലെയാക്കിയിട്ടല്ലേ ഇവൻ സംസാരിച്ചത്? ഇവൻ്റെ ഈ വാദം കുഫ്രിയത്തിൻ്റെ വാദമല്ലേ സുഹൃത്തുക്കളെ? ഈ പമ്പൈസിൻ്റെ വാദം, ഓല മൊത്തം വാദങ്ങളും അങ്ങനെ തന്നെയാണ്, കുഫ്രിയത്തിൻ്റെ വാദങ്ങളാണ്. എന്നാൽ ഈ സംസാരം നൗഷാദ് ഇത് കേട്ടു. നൗഷാദിന് ചിലത് അങ്ങനെ ഒരു വിഷയമുണ്ട്. ചിലത് നൗഷാദ് എന്ത് ചെയ്യും, അത് കേട്ടാൽ അപ്പം മറുപടി പറയാതെ ഇവരുടെ വേറൊരു സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഇവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. വേറെ സ്റ്റേജിൽ വെച്ചിട്ട് നൗഷാദ് തന്നെ ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ ചിരി അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരിയും ഒരുപോലെയല്ല എന്ന് പറഞ്ഞ് നൗഷാദ് മറുപടി പറയുന്നുണ്ട്. സംഭവം ഈ വിഷയം നൗഷാദ് കേട്ടത് കൊണ്ടായിരിക്കാം മിക്കവാറും നൗഷാദ് അത് പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഒന്ന് കേട്ടു നോക്കി. അല്ലാഹ് എന്നത് സൃഷ്ടികളോട് പൂർണ്ണമായി വ്യത്യസ്തനാണ്. തീർച്ചയായിട്ടും അല്ലാഹ് എന്നുള്ളത് സൃഷ്ടികളോട് വ്യത്യസ്തനാണ്. നിരുപാധികം റബ്ബിനോട്, റബ്ബ് സൃഷ്ടികളോട് വ്യത്യസ്തനാണ്. ഒരു തർക്കവുമില്ല. പമ്പൈസോ ഇതൊന്ന് കേട്ടോ. എൻ്റെ നിങ്ങളെ വലിയ കോളാമ്പിയാണ് ഇപ്പം ഈ പറയുന്നത്. ജാ പറഞ്ഞതിനെതിരാണ് ഈ പറയുന്നത്. അതിന്റെ അർത്ഥം പ്രയോഗത്തിൽ അങ്ങനെ നടത്തരുത് എന്നാണോ മുസ്ലിയാക്കന്മാരെ? മുസ്ലിയാക്കന്മാരെ എന്നുള്ളതും വിളിച്ചു എന്നുള്ളൂ. മുസ്ലിയാരെ പമ്പൈസിനെയാണ് വിളിക്കുന്നത്. പമ്പൈസിനോടാണ് പറയുന്നത്. പമ്പൈസ് ഹദീസിൽ കാണുന്നു, യദ്ഹഖു റബ്ബുനാ, റബ്ബ് ചിരിക്കുന്നു. ഹദീസിൽ കാണുന്നത് പറയുന്നുണ്ട്, യദ്ഹഖു റബ്ബുനാ, റബ്ബ് ചിരിക്കുന്നു. പിന്നെ യൻസിലു റബ്ബുനാ, റബ്ബ് ഇറങ്ങുന്നു. യൻസിലു റബ്ബുനാ, റബ്ബ് ഇറങ്ങുന്നു. അപ്പൊ യദ്ഹഖു റബ്ബുനാ, റബ്ബ് ചിരിക്കുന്നു. യൻസിലു റബ്ബുനാ, റബ്ബ് ഇറങ്ങുന്നു. ഇങ്ങനെ ഹദീസിൽ കാണുന്നു. ബാക്കി പറയാം. എത്ര പ്രയോഗം! ഈ പ്രയോഗങ്ങൾക്ക് അർത്ഥം പറയുമ്പോ അവിടെ വിശദീകരിച്ചു കൊടുക്കും. അത് സൃഷ്ടികൾ ചെയ്യുന്നത് പോലെയല്ല, അള്ളാഹുവിനോട് യോജിച്ചൊരർത്ഥം അതിന് വെച്ചു കൊടുക്കണം. എങ്ങനെ? സൃഷ്ടികൾ ചെയ്യുന്നത് പോലെയല്ല, സൃഷ്ടികൾ ഇറങ്ങുന്നത് പോലെയല്ല, സൃഷ്ടികൾ ചിരിക്കുന്നത് പോലെയല്ല, സൃഷ്ടികൾ സംസാരിക്കുന്നത് പോലെയല്ല. അതിന് റബ്ബ്
റബ്ബിൻ്റെതാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രൂപത്തിലായിരിക്കണം സംസാരിക്കേണ്ടത്. ആ രൂപത്തിലുള്ള അർത്ഥമാണ് അതിന് ചേർത്ത് കൊടുക്കേണ്ടത്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളിക്കുന്നു, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുന്നത് പോലെ അള്ളാഹു ചിരിക്കുന്നു, അള്ളാഹും അതുപോലെ ചിരിക്കുന്നു, അള്ളാഹും അതുപോലെ ചിരിക്കുന്നു എന്നുള്ള രൂപത്തിൽ പറയൽ അത് കുഫ്രിയം വാദമാണ് എന്ന് നൗഷാദ് പമ്പേഴ്സിൻ്റെ പേരെടുത്ത് പറയാതെ പമ്പേഴ്സിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുരുവട്ടൂരിക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വലിയ കോളാമ്പി ചെറിയ കോളാമ്പിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് വലിയ കോളാമ്പി ചെറിയ കോളാമ്പിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ചെറിയ കോളാമ്പി ഇതിൻ്റെ മുന്നേ എവിടെയോ വെച്ചുകൊണ്ട് ഈ രൂപത്തിൽ സംസാരിച്ചപ്പോൾ വലിയ കോളാമ്പിക്ക് ചെറിയ കോളാമ്പി പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരികയാണ്. കാരണം അവിടെ പറഞ്ഞങ്ങൾ കേട്ടില്ലേ, എത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുന്നു, എന്നാൽ അള്ളാഹു ചിരിക്കുന്നു. അപ്പോൾ അള്ളാഹിൻ്റെ ചിരിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരിയും ഒരുപോലെയാക്കി താരതമ്യപ്പെടുത്തി. അത് കുഫ്രം വാദമാണ്, കുഫ്രിയത്തിൻ്റെ വാദമാണ്, അത് ശരിയല്ല. ആ സമയത്ത് ഇത് നൗഷാദ് കേട്ടപ്പോൾ നൗഷാദിന് തോന്നി അതിപ്പോൾ ചെറിയ കോളാമ്പിനോട് നേർക്കുനേരം പറഞ്ഞാൽ കേൾക്കൂല, നമുക്കൊരു കാര്യം ചെയ്യാം, ഉള്ള സ്റ്റേജിൽ വെച്ചിട്ട് ഒന്നാണ് തിരുത്തിക്കളാണ്. അത് ശരിക്കും എന്ത് ചെയ്തു, നല്ല കോലം പോലെ തിരുത്തി. ഇങ്ങനെ കയ്യും നൗഷാദിന് ഇങ്ങനെ ശരിക്കും യഥാർത്ഥം പറഞ്ഞു കൊടുക്കാനൊക്കെ അവന് വയ്ക്കും. പക്ഷേ യഥാർത്ഥത്തെ അവൻ മൂടിക്കെടുത്തുകയാണ്. നൗഷാദ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥമായ വിഷയങ്ങൾ അവൻ മൂടി വെക്കുകയാണ്. ഇന്ന് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാനായ പേരോട് ഉസ്താദ് സുൽത്താനുൽ ഉലമായുമായി കൊണ്ട് അഭിമുഖം നടത്തിയ അഭിമുഖത്തിനെ വരെ അവൻ പരിഹസിക്കുകയാണ്. വേറെ രൂപത്തിലേക്ക്, വേറെ ലെവലിലേക്ക് പോകണം. അല്ലെങ്കിൽ അവനത് അറിയില്ല. നിങ്ങളൊന്ന് നോക്കുകയാണ് ആ അഭിമുഖം. ുണ്ട് അന്ന് മുതൽ ഉസ്താദിനോടുള്ള ഒരു അതിരറ്റ സ്നേഹവും മതിപ്പും എൻ്റെ മനസ്സിൽ വളർന്നു വന്നിരുന്നു. ഉസ്താദ് പരിചയപ്പെട്ട മുതൽക്ക് ഒരു ബാപ്പയുടെ അല്ലെങ്കിൽ അതിലപ്പുറം ബാപ്പയുടെ കാര്യത്തിൽ പോലും ഉസ്താദിനോട് അഭിപ്രായങ്ങൾ ചോദിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മകനെ പോലെ. ഞാൻ ചോദിക്കട്ടെ, ഇന്റർവ്യൂ നടത്തിയപ്പോ സ്വന്തം ബാപ്പയുടെ കാര്യത്തിൽ പോലും ഞാൻ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണെന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞ മുസ്ലിയാരോട് ചോദിക്കട്ടെ, വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, സ്വന്തം ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കേണ്ട അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ, അവിടുത്തെ നൂറാനിയത്തിന്റെ കാര്യത്തിൽ ആ ഉസ്താദിന്റെ അഭിപ്രായത്തിൽ നിൽക്കാൻ ഈ നിയൽവാദികൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ വെട്ട ക്ലിപ്പന്നെ ഇവൻ ഇറക്കിയ വീഡിയോ തന്നെ കൊടുക്കുന്ന എന്താ പറയുക, അത് മനസ്സിലാക്കാനാണ്. ഇവൻ നോക്കുകയാണ് നിങ്ങൾ, മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് കൊടുക്കണം, മൗലാന പേരോട് ഉസ്താദും ഒരു അഭിമുഖം നടത്തി. ആ അഭിമുഖത്തിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ഇവൻ നടത്തുന്ന പരിപാടികൾ നോക്കിങ്ങൾ. ഇവനൊക്കെ എന്ത് മനുഷ്യനാണ്, ഇവനൊക്കെ അന്നം തിന്നുന്നവനാണോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ സുഹൃത്തുക്കളെ. എന്താ അന്ന് എഴുതി എടുക്കാൻ വിട്ട പ്രസംഗം 40 കൊല്ലം മുമ്പ് എ പി ഉസ്താദ് പ്രസംഗിച്ച പ്രസംഗാൻ വിടാൻ പോണ്. അന്ന് എഴുതി എടുക്കാൻ വിട്ട പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളും മൗലാന പേരോട് ഉസ്താദും അഭിമുഖം നടത്തിയപ്പോൾ പറഞ്ഞു, ഷെയ്ഖുനയുടെ എ പി ഉസ്താദിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് എഴുതി എടുത്തിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഈ നൗഷാദ് പറയണം, അന്ന് എഴുതി എടുക്കാൻ വിട്ട പ്രസംഗമാണ് ഏതാ പ്രസംഗം പറയുന്നത് അന്ന് കേട്ടു. ഇയാളെന്ന് ഏടെന്ന് ഉറങ്ങാൻ പോയിണ്ടാവും, അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോയിണ്ടാവും. എന്താണോ എഴുതി വെക്കാതിരുന്നത്? എഴുതി വെക്കണ്ട, ഇല്ല ഇപ്പം എഴുതി വെക്ക്, ഒരു പഠിക്ക്. വെക്ക് എ പി ഉസ്താദ്. മോനെ നൗഷാദേ, നീയൊന്നും പേരോട് ഉസ്താദിനെ പഠിപ്പിക്കാനായിട്ടില്ലടാ. അതിന് നിന്നെ വേറൊന്നും കൂടി ഉണ്ടാക്കണം. മനസ്സിലായ എനിക്ക്? പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ അതാ കത്തിപ്പരാശിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ലം യകുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വില്ലുൻ, അല്ലാഹുവിന്റെ റസൂലിന് നിഴൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഏത് സാധനത്തിനും നിഴലുണ്ട്. സൂര്യന് നിഴലുണ്ടോ? സൂര്യന് നിഴലുണ്ടോ?
സൂര്യൻ അത് കത്തിച്ചടിക്കുമ്പോൾ അതിന് നിഴലുണ്ടോ? ഇല്ല. പിന്നെ എന്ത്? ആ സൂര്യനേക്കാൾ 10,000-കണക്കിന് ഇരട്ടി പ്രകാശമുള്ള റസൂലുള്ളാഹിക്ക് നിഴലില്ല എന്ന് പറയുമ്പോൾ എന്തിനാണോ നീ സംശയിക്കുന്നത്? എന്തിനു നീ നിഷേധിക്കുന്നത്? ലം യകുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളില്ലുൻ വലം യകും മഅശംസി ഖത്തു ഇല്ലാ തീരെ തന്നെ ഇല്ല. മോനെ നൗഷാദേ, ഇജിതിപ്പോൾ CD-യിലാണല്ലോ കേട്ടത് ഈ പ്രസംഗം. AP ഉസ്താദിൻ്റെത്. ഇത് നേർക്ക് നേരെ പോയി കേട്ടയാളാണ് മഹാനായ മൗലാന പേരോട് ഉസ്താദ്. മൗലാന പേരോട് ഉസ്താദിന് നീയലുണ്ട് എന്നുള്ള വാദം ഉണ്ടോ? ഉണ്ടടാ, ഉണ്ടോ? നീ എന്താണ് നീ കൃത്രിമം ചെയ്തുകൊണ്ട് അതിനെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയല്ലേ നീ ചെയ്യുന്നത്? മഹാനായ മൗലാന പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയം ഞങ്ങൾക്ക് ശരിക്കറിയാം. എന്താണ് നീയലുമായി കൊണ്ട് പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതലും നിനക്കറിയാം. പക്ഷേ നീ അഭിനയിക്കുകയാണ്. ഞങ്ങൾക്കറിയാം നീ അഭിനയിക്കുകയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. നീ ആർക്ക് വേണ്ടിക്കൊണ്ടാണടാ ഈ കാട്ടിക്കൂട്ടുന്നത്? ഏതോ ഒരു കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് വേണ്ടിക്കൊണ്ട്, ഏതോ ഒരു കാഫിർ ജിന്നിനെ സേവിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്ക് വേണ്ടിക്കൊണ്ടാണല്ലോ നീ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഈ രൂപത്തിൽ തേജോപനം ചെയ്യുന്നത്. മഹാനായ മൗലാന പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീയലില്ല എന്ന് തന്നെയാണ് അള്ളാഹിൻ്റെ റസൂലിനിക്ക് നീയലില്ല എന്ന് തന്നെയാണ് മൗലാന പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. പേരോട് ഉസ്താദ് എന്നല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീയലില്ല. അഥവാ വെളിച്ചത്തിൽ കാണുന്ന കറുപ്പ് എന്ന് പറയുന്ന കറുപ്പ് കാണുന്ന അതിനാണല്ലോ നീയൽ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ഒരു നീയൽ അള്ളാഹിൻ്റെ റസൂലിനിക്ക് ഇല്ല. എന്നാൽ അള്ളാഹിൻ്റെ പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയം അത് മനസ്സിലാക്കാൻ നീ ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിനക്ക് ഞങ്ങളെക്കാൾ മനസ്സിലായത് നീ അത് മൂടി വെച്ചിട്ടായിരിക്കാം. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. പക്ഷെ മൂടി വെച്ചിരിക്കുകയാണെന്നാണ്, എനിക്കറിയാഞ്ഞിട്ടല്ല. നീയൽ എന്ന് പറയുമ്പോൾ പല സംഗതികളും നീയലായിട്ട് ഉപയോഗപ്പെടുത്തും. നമുക്കറിയാം, നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ തെളിഞ്ഞു കാണും. പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയം പേരോട് ഉസ്താദാണ് വിശദീകരിക്കേണ്ടത്, അത് നീയല്ല വിശദീകരിക്കേണ്ടത്. പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയം ആ പേരോട് ഉസ്താദ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു കിതാബിൽ അത് ഇല്ല. അങ്ങനത്തെ പേരോട് ഉസ്താദ് പറഞ്ഞ ആ വാദം അങ്ങനെ കിതാബിൽ ഇല്ല എന്ന് നിനക്ക് തെളിയിക്കാൻ കഴിയോ? പേരോട് ഉസ്താദ് പറഞ്ഞ നീയലും നീ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നീയലും രണ്ടും രണ്ടാടോ. അതൊക്കെ മനസ്സിലാക്കാനുള്ള തൗഫീഖും കഴിവൊക്കെ ഇന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കൾക്കുണ്ട്. മൗലാന പേരോട് ഉസ്താദിനൊന്നും ചാടിക്കിടക്കാൻ നീ ആയിട്ടില്ല. പേരോട് ഉസ്താദ് ഇന്ന് അതൊരു വലിയാണ്, അതൊരു മഹാനാണ്. എനിക്ക് മനസ്സിലാകായിട്ടാണ്. അതൊരു വലിയാണ്, അതൊരു മഹാനാണ്. അത് വാക്കിന് അസറുള്ള ഒരു പണ്ഡിതനാണ്. അതാണ് മൗലാന പേരോട് ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പടച്ച റബ്ബേ ഞങ്ങളെ പേരോട് ഉസ്താദിന് നീ കൊടുക്കണേ അല്ലാഹ്. ആമീൻ.